പത്തനംതിട്ട പീഡനക്കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്ന് ഒന്നാം പ്രതിയുടെ സഹോദരൻ 8,65,000 രൂപ തട്ടിയെന്ന് പരാതി. ഡിവൈഎസ്പിക്കും വക്കീലിനും കൊടുക്കാനെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നുള്ളതാണ് പരാതി. കൂടുതൽ വിവരങ്ങൾ നൽകാനായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പോക്സോ കേസാണ്. 50-ലധികം പ്രതികൾ, 59 പേരാണ് ഈ ഒരു കേസിലെ പ്രതികളായിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഈ ഒരു വാർത്ത എന്താണ്? ഏത് രീതിയിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പറയുന്നത്? പോക്സോ കേസാണ്. പ്രതികൾക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഇതേ പിന്തുടർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പ്രക്കാന സ്വദേശിനി ലില്ലി നൽകിയ പരാതിയിൽ ഈ മാസം 11-നാണ് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ജാമ്യം ലഭിക്കുന്നതിനായി പോലീസിനും പത്തനംതിട്ട DYSPക്കും അതോടൊപ്പം തന്നെ വക്കീലിനും കൊടുക്കാനെന്ന വ്യാജേന ഒന്നാം പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും രണ്ടാം പ്രതിയുടെ സഹോദരനായിട്ടുള്ള ആൾ പല തവണകളായി 8,65,000 രൂപ വാങ്ങി എന്നുള്ള പരാതിയിന്മേലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. പ്രാഥമികമായ അന്വേഷണം അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ ശേഖരിച്ചാണ് പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് പത്തനംതിട്ട പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോൻ മാത്യുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, എന്തായാലും പത്തനംതിട്ട പീഡനക്കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്ന് ഒന്നാം പ്രതിയുടെ സഹോദരൻ പണം തട്ടി എന്നുള്ളതാണ് പരാതി. കൂടുതൽ വിവരങ്ങളാണ് CK അഭിലാൽ പങ്കുവച്ചത്.